റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് ഞാൻ ഒരു ഗണപതി ക്ഷേത്രമുണ്ട് ഇവിടെ, ശ്രീ വിഘ്നേശ്വര. റെയിൽവേ സ്റ്റേഷനോട് തൊട്ട് ഓപ്പോസിറ്റാണ് നമ്മൾ ബസ് ടെർമിനൽ കാണുന്നത്. KSRTC ബസ് ടെർമിനൽ. റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടും എനിക്കൊരു ബസ് കിട്ടിയായിരുന്നു, കിഴക്കേക്കോട്ടയാണ്. അപ്പോൾ ബസ്സിനകത്താണ്, അതിനകത്ത് കിഴക്കോട്ട ഇറങ്ങണം. കിഴക്കോട്ട ഇറങ്ങിയിട്ട് എനിക്ക് ഗണപതി ക്ഷേത്രത്തിൽ പോകണം, പഴവങ്ങാടി ഗണപതി ക്ഷേത്രം. അത് കഴിഞ്ഞിട്ട് ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കയറണം. അപ്പോൾ ആ കാണുന്ന പച്ച വണ്ടിയിലാണ് ഞാൻ ഇവിടെ ഇറങ്ങിയത്. ഗണപതി ക്ഷേത്രത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇനി അമ്പലത്തിലോട്ട് പോകാം. അമ്പലം ഓപ്പോസിറ്റാണ്, തൊട്ട് ഓപ്പോസിറ്റാണ് അമ്പലം. ക്രോസ് ചെയ്ത് വേണം പോകാൻ. ആ കാണുന്ന അമ്പലം. ഞാൻ പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. അമ്പാനൂർ ഇറങ്ങി അവിടെ നിന്ന് ഒരു ബസ്സിൽ കിഴക്കോട്ടയിൽ ഇറങ്ങി. കിഴക്കോട്ടയല്ല, അമ്പലത്തിൽ തൊട്ടടുത്ത് തന്നെ ഇറങ്ങി. പഴവങ്ങാടി ഗണപതി ക്ഷേത്രം. അകത്തോട്ട് മിക്കവാറും ക്യാമറ അലോഡല്ലായിരിക്കും, പുറത്തുനിന്നുള്ള വ്യൂ എടുക്കാം. പഴവങ്ങാടി ഗണപതി ക്ഷേത്രം. അപ്പോൾ അമ്പലത്തിൻ്റെ അകത്ത് കയറി തൊഴുത്. അമ്പലത്തിനകത്ത് വീഡിയോ അലോഡല്ല. അമ്പലത്തിൽ തൊട്ട് കയറുന്നതിന് നമ്മൾ നാളികേരം വാങ്ങുന്ന കടകളാണ്. അമ്പലത്തിനകത്ത് ഉടയ്ക്കാൻ പറ്റുന്ന നാളികേരങ്ങളൊക്കെ ഇവിടെ നിന്ന് കിട്ടും. നാളികേരം, ഭഗവാനുള്ള മാല. അമ്പലത്തിൻ്റെ സൈഡിലുള്ള ചെറിയ ചെറിയ കടകളാണ്. നാളികേരം കിട്ടുന്ന കടയും ഭഗവാനുള്ള മാലയും എല്ലാം ഇവിടെ കിട്ടും. ഇവിടെ നിന്ന് ശകലം നടന്ന് നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലോട്ട് പോകും. ചെറിയ ടെർമിനകത്ത് ഒരുപാട് കടകളുണ്ട്. നമുക്ക് ചായ കുടിക്കാനും ലോട്ടറി കടകളും മറ്റുള്ള ഒരുപാട് കടകളുണ്ട്. ഇവിടെ ഭഗവതി ലോട്ടറി, ഭഗവതി തന്നെയാണ് 3 വട്ടം. 3 കടയും ഭഗവതി തന്നെ. നമ്മുടെ ലക്ഷ്യസ്ഥാനത്തോട്ട് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കിഴക്കോട്ടയിൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് എൻട്രൻസിലോട്ട് നമ്മളെത്തി. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് കാണാം, അമ്പലം കാണാം. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. ആ കാണുന്ന ഭഗവാൻ ക്ഷേത്രം. ഞാൻ രാവിലെ പരവൂരിൽ നിന്നാണ് വന്നത്. പരവൂരിൽ നിന്ന് മംഗലാപുരം ട്രിവാൻഡ്രം മലബാർ എക്സ്പ്രസ്സിലാണ് എത്തിയത്. 7:20 പരവൂർ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ വന്നു. ഇവിടെ ഏകദേശം ഒരു 8:45 തമ്പാനൂരെത്തി. അവിടെ നിന്ന് കിഴക്കേക്കോട്ട ബസ്സിൽ വന്നു. അവിടെ നിന്ന് നടന്നു ഗണപതി ക്ഷേത്രത്തിൽ കയറി. ഇപ്പം ഞാൻ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. അകത്ത് ക്യാമറയൊന്നും പ്രവേശനമൊന്നും അല്ല, അനുവദിക്കത്തില്ല. പുറത്ത് നിന്നുള്ള കാഴ്ചകളെടുക്കാം. എന്തായാലും അതേ നടക്കത്തുള്ളൂ. അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ ഉള്ള കടകളാണിത്. തൊട്ട് ചേർന്ന് അമ്പലക്കുളവും, നമുക്ക് ഭഗവാന്റെ അമ്പലക്കുളം കാണാം. ഈ കാണുന്നതാണ് അമ്പലക്കുളം. അമ്പലത്തിൻ്റെ പുറത്തുള്ള കൊച്ചു വ്യാപാര സ്ഥാപനമാണ്. നമുക്ക് അമ്പലത്തിൻ്റെ പുറത്ത് ഗണപതിയുടെ ഒരു സ്റ്റാച്യു അമ്പലത്തിൻ്റെ പുറത്തുള്ളതാണ്.
പിന്നെ നിറയെ കൊച്ചു കടകൾ, ബാഗ്, കൊച്ചുങ്ങളെ കളിപ്പാട്ടം, ലെതർ ബാഗ്, തൊപ്പി, ഗ്ലാസ്, കൂളിംഗ് ഗ്ലാസ്, ലേഡീസിൻ്റെ വാച്ച്, ജെൻസിൻ്റെ വാച്ച്, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കടകളാണ് പിന്നെ പുറത്തായിട്ട് സ്ഥിതി ചെയ്യും. അതെല്ലാം നല്ല തിരക്കുമുണ്ട്. വെക്കേഷനൊക്കെ ആയിട്ട് നല്ല തിരക്കാണ്. ഇപ്പോൾ സ്കൂൾ തുറക്കുന്ന സമയത്തിൽ കൊച്ചുങ്ങൾക്ക് കൂടിയ വാച്ചൊന്നും വാങ്ങാൻ നടക്കേണ്ട കാര്യമുണ്ട്. ഇതൊക്കെയാണ് 10-300-400 രൂപയ്ക്ക് നടക്കുന്നത്. കാണാനൊക്കെ നല്ല രസമുണ്ട്. ഓരോ കാര്യങ്ങൾ സിമ്പിളായിട്ട് അങ്ങ് നടക്കും. കുളത്തിനോട് ചേർന്ന് തന്നെ ഒരു ഹനുമാൻ ക്ഷേത്രം നമുക്ക് കാണാം. ആഞ്ജനേയ ക്ഷേത്രമാണ്. അകത്ത് കാണാൻ നവഗ്രഹ വിഗ്രഹങ്ങളാണ്. ഇവിടെ ആഞ്ജനേയ ഭഗവാൻ. അമ്പലത്തിൻ്റെ അകത്ത് കയറി ദർശനമൊക്കെ നടത്തി. അപ്പോൾ അകത്ത് ഗോപുരത്തിൻ്റെയൊക്കെ മെയിൻ്റനൻസ് വർക്ക് നടക്കുന്നുണ്ട്. 10 മണി വരെയുള്ള ദർശനം. അങ്ങനെ എന്തായാലും അകത്ത് കയറി ദർശനം നല്ല വൃത്തിയാണ്. ദർശനം നല്ല തിരക്കുണ്ട്. തിരക്കെന്ന് പറയുന്നത് അതുപോലെ ഹിന്ദിക്കാരാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ പാക്കപ്പാണ്. ഓക്കെ.